It's a great joy to gather together, worship our God here. ഇങ്ങനെ ഒരുമിച്ച് കൂടി വരുവാനും ദൈവത്തെ ആരാധിക്കാനും കഴിയുക എന്നുള്ളത് എത്രയോ I സന്തോഷകരമാണ്. thank God for this privilege to sharing a word of God in front of you. മാത്രമല്ല നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുവാൻ ലഭിച്ച ഈ അവസരത്തെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And nowadays, if we see surrounding us many calamities and persecutions and disasters are going on. ഇന്ന് നാം ചുറ്റുപാടും നോക്കുമ്പോൾ ക്രൈസ്തവ മേഖലയിൽ വളരെയധികം പീഡനങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളൊക്കെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. As we were hearing that in the northern part of India there were too much persecution among Christians, among Christians and churches and all demolitions. പ്രത്യേകിച്ച് നാം ഇപ്പോൾ തന്നെ കേട്ടു വടക്കേ ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ വളരെയധികം കഷ്ടതകളിലൂടെ ദൈവമക്കൾ കടന്നു പോകുന്നു. But God has kept us safe this far. എന്നാൽ നമ്മെ ഇതുവരെയും ദൈവം ഇത്രത്തോളം സുരക്ഷിതമായിട്ട് നിലനിർത്തി. And His faithfulness towards us. ദൈവത്തിന്റെ വിശ്വസ്തത നമ്മോടുള്ളത് എത്രയോ വലുതാണ്. So in this morning I would like to turn your attention book of Psalm number 3. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ 3-ാം സങ്കീർത്തനത്തിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. 3-ാം സങ്കീർത്തനം. Here, as we know, this psalm has been written by King David. നമുക്കറിയാം ദാവീദ് രാജാവാണ് ഈ സങ്കീർത്തനം രചിച്ചത്. And this psalm is believed to be have been written when he was fled from his son Absalom. തന്റെ മകനായ അബ്ശാലോമിന്റെ അടുക്കൽ നിന്നും താൻ ഓടിപ്പോയ സമയത്ത് എഴുതിയ സങ്കീർത്തനമാണിത്. And when we see in this psalm background we can see 2 Samuel chapter 15:12 to 17. 2 ശമൂവേൽ 15-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം കാണുവാനായിട്ട് കഴിയുക. In this psalm we can see each stranger that explain the his third stranger we can see here, and this is the end that spelling that stranger means pose. Stranger, that third stranger end with stranger that means pose. ഈ സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ സ്റ്റാൻസ അവസാനിക്കുന്നത് ശേല എന്ന പദത്തോടു കൂടിയാണ്. So let me ask you one question, that have you ever experienced that being a very difficult situation, praying to God and not being able to control yourself? ഞാൻ ഇങ്ങനെ ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രയാസങ്ങളിലൂടെ കടന്നുപോയിട്ട് നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിൽ ആയിപ്പോയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ദൈവത്തോട് നിലവിളിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? Here you think that it's a very major issues and it's a very difficult problem for you that you ever think about, and you are thinking about it and you are praying and saying, God help me. ഒരുപക്ഷെ അത് നമ്മെ വളരെയധികം ബുദ്ധിമുട്ടിച്ച സാഹചര്യമായിരിക്കാം. ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കേണ്ടി വന്ന സാഹചര്യങ്ങളായിരിക്കാം. You are asking God help me and remaining silent, and few moments later your tears are coming from your eyes. ദൈവത്തോട് നിലവിളിച്ചിട്ട് ഒരുപക്ഷെ ദൈവത്തിൽ നിന്ന് മറുപടി ലഭിക്കാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. Have you ever feel like this situation? ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? Yes, we often feel sometime, but if not, then this psalm is very much listen carefully, that psalm explain how David expressed his situation, then he is praying to God. അങ്ങനെ ഉള്ള സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ടെങ്കിൽ നാം ഇന്ന് ഈ സങ്കീർത്തന ഭാഗം ധ്യാനിക്കുമ്പോൾ ദാവീദ് കടന്നുപോയ തന്റെ ജീവിതത്തിന്റെ പ്രയാസവേളകളിൽ താൻ എങ്ങനെ അതിനെ അതിജീവിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനും അത് നമുക്ക് ജീവിതത്തിൽ ഒരു പാഠവുമായിരിക്കും. And whenever you will feel such a situation, you will be remind this psalm. ഈ സങ്കീർത്തനം നാം ധ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ പിന്നീട് എപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമോ അപ്പോഴെല്ലാം നമുക്ക് ഈ സങ്കീർത്തനം ഓർക്കുവാനും ധൈര്യപ്പെടുവാനും കഴിയും. In this psalm, David experienced his problem within and with outside of his life. ദാവീദ് തന്റെ ജീവിതത്തിൽ ഉണ്ടായ പ്രതിസന്ധികളെയാണ് ഈ സങ്കീർത്തനത്തിൽ വിവരിച്ചിരിക്കുന്നത്. That within means problem from outside and problem from inside, from his family.
തന്റെ ജീവിതത്തിൽ തന്റെ കുടുംബത്തിൽ നിന്നും പുറത്തു നിന്നും തനിക്കുണ്ടായ ദുഃഖകരമായ അനുഭവങ്ങൾ. And I am thinking that when he was writing this, he was crying. ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, ഒരുപക്ഷെ ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയ സമയത്ത് കരയുകയായിരുന്നായിരിക്കാം. 1-2 David searching a solution in God. രണ്ടാമത്തെ വാക്യത്തിൽ ദാവീദ് ദൈവത്തിൽ തന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം അന്വേഷിക്കുകയാണ്. As he written, Lord, how they are increased who trouble me, many are they who rise up against me. ഒന്നാമത്തെ വാക്യം ഇങ്ങനെയാണല്ലോ, യഹോവേ എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. This prayer begins suddenly that Lord, യഹോവേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. Like Peter, while he was sinking into the sea, he is telling, Lord, help me. പത്രോസിന്റെ ജീവിതത്തിലും അതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ കടലിലേക്ക് താൻ താണുകൊണ്ടിരുന്ന സമയത്തും കർത്താവേ എന്നെ രക്ഷിക്കണമേ പത്രോസ് നിലവിളിച്ചു. And as telling that have increased who trouble me means Absalom, he had taken long time to build his status there and supporting over kingdoms. എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു എന്ന് ദാവീദ് പറയുകയാണ്. തന്റെ മകൻ അബ്സലോമിൽ നിന്ന് തനിക്കുണ്ടായ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണത്. And he is helping peoples before they will come to David, and he is building his status by helping people. അബ്സലോമിന്റെ ജീവിതത്തിൽ നിന്ന് തനിക്ക് ഉണ്ടായ ദുഃഖകരമായ അനുഭവങ്ങൾ, അബ്സലോം തന്റെ നിലവാരം ഉയർത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ആ അനുഭവങ്ങൾ, അതൊക്കെയാണ് ഈ സങ്കീർത്തനം എഴുതാനുള്ള പ്രേരണ. About Absalom, he was very handsome man and he was smooth to speak people. അബ്സലോം വളരെ മിടുക്കനായ ഒരു വ്യക്തിയായിരുന്നു. And he was speaking, he owned their hearts of people. അബ്സലോം അനേക ആളുകളുടെ ഹൃദയത്തെ തന്നിലേക്ക് തിരിച്ചു, ദാവീദിൽ നിന്ന് അകറ്റി. So David is telling that they have increased who trouble me. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു. Not only were David enemies increased, but the news that getting horse bed that kings not having help from God. തന്റെ ശത്രുക്കൾ പെരുകി എന്ന് മാത്രമല്ല, തന്നെ കുറിച്ച് വളരെ മോശമായ വാർത്തകളും താൻ പ്രചരിക്കുന്നു എന്ന് താൻ അറിയുകയാണ്. We can see in verse 2 that one. അത് രണ്ടാമത്തെ വാക്യത്തിൽ കാണുന്നു. So verse 1 and 2, David searching solution in God. അപ്പോൾ 1-2 വാക്യങ്ങളിൽ ദാവീദ് തന്റെ പ്രശ്നത്തിന് ദൈവത്തിൽ ഒരു പരിഹാരം അന്വേഷിക്കുകയാണ്. And verse 3 and 4, here David found his shield in God. 3-4 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ദാവീദ് തന്റെ കുറവ് താൻ മനസ്സിലാക്കിയാണ്. Shield. ദാവീദ് തന്റെ സംരക്ഷണം, തന്റെ പരിച ദൈവത്തിൽ കണ്ടെത്തുകയാണ്. So but David was a man easier beaten, as verse 3 we can see. 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ That but you, O God, are shield for me, my glory and the one who lift up my head. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയും എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനും ആകുന്നു. He was not a man who easily beaten by someone. ദാവീദ് ഒരിക്കലും അങ്ങനെ മറ്റുള്ള ആളുകളാൽ പെട്ടെന്ന് പരാജിതനാകുന്ന വ്യക്തിയല്ല. He is without ignoring his problem, he is lifting his eyes towards God and praying here. എന്നാൽ തന്റെ ജീവിതത്തിലുണ്ടായ ആ പ്രതിസന്ധി ഘട്ടത്തിൽ താൻ ദൈവത്തിങ്കിലേക്ക് തന്റെ കണ്ണുകളെ ഉയർത്തി നിലവിളിക്കുകയാണ്. He is showing his surrounding problems as there, but he is look at God faithfulness in his life. തന്റെ ചുറ്റും വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, എന്നാൽ അതിന് നടുവിൽ താൻ വിശ്വസ്തനായ ദൈവത്തിങ്കിലേക്ക് തന്റെ കണ്ണുകളെ ഉയർത്തി. David knew he was in danger, but he depended on God. ദാവീദിന് അറിയാം താൻ പ്രതിസന്ധി ഘട്ടത്തിലാണ്, എന്നാൽ താൻ ദൈവത്തിൽ ആശ്രയിച്ചു. And he is telling that as a shield, he is my shield. എന്നിട്ട് ദാവീദ് പറയുകയാണ്, ദൈവം എന്റെ പരിചയാണ്. And shield means full covering. For wherever that situation or problem will come, but God will cover, he will care of him. പരിച ഒരു വ്യക്തിയെ മുഴുവനായിട്ട് സംരക്ഷിക്കുന്നതാണ്. അപ്പോൾ ദാവീദ് പറയുന്നു, ദൈവമാണ് എന്റെ പരിച, എന്ത് പ്രശ്നമുണ്ടായാലും ദൈവം എന്നെ മുഴുവനായി സംരക്ഷിച്ചുകൊള്ളും. Verse 4, I cried to the Lord with my voice, and he heard me from his holy hill. 4-ാമത്തെ വാക്യം, ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവൻ തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരം അരുളുകയും ചെയ്യുന്നു. And verse 3, second line, my glory and one who lift up my head.
മൂന്നാം വാക്യത്തിന്റെ രണ്ടാമത്തെ വാചകം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനും ആകുന്നു ദൈവം. Absalom turned his father glory unto shame, അബ്ശാലോം തന്റെ പിതാവിന്റെ ആ മഹത്വത്തെ കെടുത്തിക്കളഞ്ഞു. but God was the source of David's glory, and he lifted up his head. എന്നാൽ ദാവീദിന് മനസ്സിലായി ദൈവമാണ് തന്റെ മഹത്വത്തിന്റെ ഉറവിടം, അതുകൊണ്ട് താൻ ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവം തന്നെ ഉയർത്തി. So here we can see David found his shield in God. അപ്പോൾ രണ്ടാമതായിട്ട് ദാവീദ് തന്റെ സംരക്ഷണം, തന്റെ പരിച ദൈവത്തിൽ കണ്ടു. And 5 to 8 here David found salvation in God. 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദ് തന്റെ വിടുതൽ, തന്റെ രക്ഷ ദൈവത്തിൽ കണ്ടു. 5 I lay down and slept, I awake, for the Lord sustained me. 5-ാമത്തെ വാക്യം, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. When David awake morning, he is experiencing God faithfulness in his life. രാവിലെ എഴുന്നേറ്റപ്പോൾ ദാവീദ് തന്റെ ദൈവത്തിൽ തന്നോടുള്ള തന്റെ വിശ്വസ്തതയെ ദാവീദ് പറയുകയാണ്. He is awaking not from the luxury bed, but he is outside, often of beneath. ഈ സമയത്ത് ദാവീദ് തന്റെ ആഡംബരപൂർണമായ കൊട്ടാരത്തിലല്ല, കൊട്ടാരത്തിന് പുറത്താണ്. എന്നാൽ ദാവീദ് പറയുന്നു, ഞാൻ കിടന്നുറങ്ങി, ദൈവം എന്നെ താങ്ങി. But God sustained him from to jungle side and towards out of his campus. തന്റെ കൊട്ടാരത്തിന്റെ വെളിയിലായിരുന്ന ആ സമയത്തും ദാവീദിന് പറയാനുള്ളത്, ദൈവം എന്നെ താങ്ങി. Here verse 6, I will not be afraid of 10,000 of people who have set themselves against me and all around. 6-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നു, എനിക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. Absalom had kingdoms, Absalom had people, Absalom had palace, and Absalom had crowd, but David has God, who and those who have God, he have majority. ഈ സമയം അബ്ശാലോമിന് ദാവീദിനെതിരെ നിർത്തുവാൻ 1000 ആളുകൾ തന്റെ കൂടെയുണ്ട്. എന്നാൽ ദാവീദിന് ഈ സമയം ദൈവം മാത്രമേ ഉള്ളൂ കൂടെ. And verse 7, he is expressing that, arise, O Lord, save me, my God, for you have struck all my enemies on the cheekbone, you have broken the teeth of the ungodly. 7-ാം വാക്യം, യഹോവേ എഴുന്നേൽക്കണമേ, എന്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ, നീ എന്റെ ശത്രുക്കളെയൊക്കെയും ചെകിട്ടത്തടിച്ചു, നീ ദുഷ്ടന്മാരുടെ പല്ല് തകർത്തു കളഞ്ഞു. He remembers his faithfulness, God faithfulness towards his life, that how God protect him before he was when he was going to fight with enemies and all. മുൻകാലങ്ങളിൽ താൻ യുദ്ധത്തിന് പോയ സമയങ്ങളിലൊക്കെ ദൈവം തന്നെ എങ്ങനെ സഹായിച്ചു, എത്രമാത്രം തന്നോട് വിശ്വസ്തനായിരുന്നു, ഈ കാര്യങ്ങളൊക്കെ ദാവീദ് ഓർത്തെടുക്കുകയാണ്. So, and verse 8, his salvation belong to God. God, your blessing is upon your people. എന്നിട്ട് അവസാനം 8-ാം വാക്യത്തിൽ പറയുന്നു, രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു, നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ. David giving credit to God. അവിടെ ദാവീദ് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. When someone is against us, if other person, we can stand to protect our family. ഒരുപക്ഷെ ആളുകൾ ചുറ്റും നിൽക്കുമ്പോൾ പലപ്പോഴും നമ്മൾ തന്നെ നമ്മളെയും നമ്മുടെ കൂടെയുള്ള ആളുകളെ സംരക്ഷിക്കുവാനായിട്ട് ശ്രമിക്കും. But if someone against us within our family, we may broke. എന്നാൽ നമ്മളെ ആക്രമിക്കുന്ന വ്യക്തി ആ കുടുംബത്തിൽ നിന്നും ഉള്ളിൽ നിന്ന് തന്നെയുള്ള വ്യക്തിയാണെങ്കിൽ ഒരുപക്ഷെ നാം തകർന്നു പോകും. We cannot stand against him. ആ ഒരു സന്ദർഭത്തിൽ ആ വ്യക്തിക്കെതിരെ നമുക്ക് നിൽക്കാൻ സാധിച്ചു എന്ന് വരികയില്ല. His own son. ഇവിടെ ദാവീദിന്റെ മകൻ തന്നെയാണ് തനിക്കെതിരെ നിൽക്കുന്നത്. But David believing God and his putting trust in him. എന്നാൽ ദാവീദ് ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവത്തിൽ ആശ്രയിച്ചു. David searching a solution in God. ദൈവത്തിൽ താൻ തന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അന്വേഷിച്ചു. David found his shield in God. ദൈവത്തിൽ ദാവീദ് തന്റെ പരിച കണ്ടു, തന്റെ സംരക്ഷണം കണ്ടു. And David found salvation in God. രക്ഷയെ ദാവീദ് ദൈവത്തിൽ കണ്ടു. Let us examine, acknowledge ourselves that when we will in trouble, when we are in persecution, where we are searching our solution. ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിലും വളരെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പീഡനങ്ങളും ഒക്കെ ഉണ്ടാകാം. Remember that God is our shield. എന്നാൽ അപ്പോഴെല്ലാം ഓർക്കേണ്ട കാര്യം, ദൈവമാണ് നമ്മുടെ പരിച. Remember that God is our salvation. ദൈവമാണ് നമ്മുടെ രക്ഷ. Through this verse, God's name be glorified. ഈ വചനങ്ങളാൽ ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ.